ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 ചാപ്റ്റർ 4 ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സസൈസ് 4.2 ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ. ഇവിടെ ഒരു 5 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ 5 ഇക്വേഷൻ്റെയും റൂട്ടുകൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. അതിൽ ഫസ്റ്റത്തത് x² - 3x - 10 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. ആ രണ്ട് നമ്പറിൻ്റെ കണ്ടീഷൻ ഇതാണ്: സമ്മ് എക്സിൻ്റെ കൂടെയുള്ള നമ്പറും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റും x² കൂടെയുള്ള നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്തായിരിക്കണം. അങ്ങനെ വരുന്ന രണ്ട് നമ്പർ, അഥവാ സമ്മ് -3യും പ്രൊഡക്റ്റ് -10 ഇൻറ്റു ഇവിടെ 1 ആണല്ലോ, അപ്പോൾ -10 ഇൻറ്റു 1 -10. അങ്ങനെ വരുന്ന രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ വരുന്ന രണ്ട് നമ്പറാണ് ഒന്ന് 2ഉം ഒന്ന് 5ഉം. അപ്പോൾ ഒറ്റയടിക്ക് എങ്ങനെയാണ് നമ്പർ കിട്ടുക സാറേ എന്നുള്ളതായിരിക്കും ഇനി സംശയം. അതിന് നിങ്ങൾ 10ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുക. 1 ഇൻറ്റു 10 10 പക്ഷേ 10 ഒന്നും കൂട്ടിയാലോ കുറച്ചാലോ 3 കിട്ടില്ല. 2 ഇൻറ്റു 5 10 5ന്ന് 2 പോയാലും 3 കിട്ടും. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മൈനസ് ആയാൽ മതി. അത് ഏത് മൈനസ് വരണം എന്നുള്ളത് സമ്മ് തീരുമാനിക്കും. സമ്മ് എപ്പോഴാണ് മൈനസ് വരിക? ഒന്നെങ്കിൽ രണ്ടും നെഗറ്റീവ് ആകണം, അല്ലെങ്കിൽ വലുത് നെഗറ്റീവ് ആകണം. അപ്പോൾ നോക്കി, 2ഉം -5ഉം കൂട്ടിയാൽ വലുതെന്ന് ചെറുത് കുറക്കുക. 5ന്ന് 2 പോയാൽ 3, വലുതിൻ്റെ ചിഹ്നം മൈനസ്. ഇനി 2ഉം -5ഉം കൂടി ഗുണിച്ചാൽ 2 ഇൻറ്റു 5 10 ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയാൽ ആൻസറും നെഗറ്റീവ് ആകും. അപ്പോൾ -10. അപ്പോൾ നമുക്ക് രണ്ട് നമ്പർ കിട്ടിയില്ലേ? ഇനി മിഡിൽ ടേമിനെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യുക. x² + 2x - 5x - 10. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പർ ആരാ? എക്സ്. എക്സിനെ പുറത്തെടുക്കുക. x² x പോയാൽ ബാക്കി ഒരു എക്സ് ഉണ്ടാവും, ഇവിടുന്ന് എക്സ് പോയാൽ ഒരു 2 ഉണ്ട്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പർ -5 ആണ്. അപ്പോൾ ഇവിടുന്ന് -5 പോയാൽ ബാക്കി ഒരു എക്സ് ഉണ്ടാവും. ഇവിടുന്ന് മൈനസ് പുറത്തായി, അപ്പോൾ ഇവിടെ പ്ലസ് ഉണ്ടാവും. 10ന്ന് 5 പോയാൽ എങ്ങനെ 2 വന്നു? 10ന്ന് 5നെ പുറത്തെടുത്താൽ 5 അല്ലേ സാറേ ബാക്കി വരിക? ആണോ? അല്ല. നമ്മളൊരു നമ്പറിനെ ബ്രാക്കറ്റിന് പുറത്തെടുക്കുമ്പോൾ ബാക്കി കണ്ടുപിടിക്കാൻ ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അഥവാ 10/5 ആണ് ചെയ്യേണ്ടത്. 10/5 എത്രയാ? 2 ആണ്. കാരണം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. 5 ഇൻറ്റു എക്സ് 5x, 5 ഇൻറ്റു 2 10. കണ്ടോ? ഇനി ഇതിൽ രണ്ടിലും കോമൺ ആരാ? x+2. അപ്പോൾ x+2 എഴുതി. ഇനി ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു -5 ഉണ്ട്. ഇനി ഒന്നെങ്കിൽ x+2 = 0 ആയിരിക്കും, അല്ലെങ്കിൽ x - 5 = 0 ആയിരിക്കും. ഇനി x+2 0 ആണെന്നുണ്ടെങ്കിൽ ഈ +2 ഇപ്പുറം വരുമ്പോൾ എന്താവും? -2 ആവും. ഈ -5 ഇപ്പുറം വരുമ്പോൾ എന്താവും? +5 ആവും. അപ്പോൾ നമുക്ക് റൂട്ട് കിട്ടി. എത്രയ്ക്കാ? -2ഉം 5ഉം. ഇനി രണ്ടാമത്തത് 2x² + x - 6. ഇവിടെ സമ്മ് എത്രയാ? എക്സിൻ്റെ കൂടെ എത്രയാ? 1. പ്രൊഡക്റ്റ് എത്രയാ? -6 ഇൻറ്റു 2 12. സമ്മ് 1ഉം കിട്ടണം, പ്രൊഡക്റ്റ് -12ഉം കിട്ടണം. അങ്ങനെ വരുന്ന രണ്ട് നമ്പറാണ് ആര്? ഒന്ന് 4ഉം 3ഉം. ഓക്കെ, 1 ഇൻറ്റു 12. പക്ഷേ ഇത് രണ്ടും സമ്മ് ചെയ്യുമ്പോഴോ മൈനസ് ചെയ്യുമ്പോഴോ 1 കിട്ടൂല. ദെൻ 2 ഇൻറ്റു 6 അതിലും കിട്ടൂല. ബട്ട് 3 ഇൻറ്റു 4 കിട്ടും. 4ന്ന് 3 പോയാൽ 1 ആണ് അല്ലേ? പ്രൊഡക്റ്റ് മൈനസ് വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മൈനസ് ആയാൽ മതി. ഓക്കെ, ഏത് മൈനസ് വരണം എന്നുള്ളത് സമ്മ് തീരുമാനിക്കും. സമ്മ് എപ്പോഴാണ് പോസിറ്റീവ് ആകുക? വലുത് പോസിറ്റീവ് ആകണം. അപ്പോൾ 3ക്ക് മൈനസ് വരും. അതുകൊണ്ടാണ് 4 - 3 എന്ന് എഴുതിയത്. സ്പ്ലിറ്റ് ചെയ്തു. 2x² + 4x - 3x - 6. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാ? ഇവിടെയുണ്ട് 2, ഇവിടെയുണ്ട് 2, ഇവിടെയുണ്ട് എക്സ്, ഇവിടെയുണ്ട് എക്സ്. അപ്പോൾ ഒരു 2xനെ ഞാൻ പുറത്തെടുത്തു. ഇവിടുന്ന് 2ഉം എക്സും പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു എക്സ് ഉണ്ടാവും. ഇവിടുന്ന് 2 പോയാൽ 4/2 2xും പോയി. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? -3 ആണ്. ഇവിടുന്ന് ഒരു -3നെ പുറത്തെടുത്താൽ ബാക്കി എക്സ് ഉണ്ടാവും. മൈനസ് പുറത്തേക്ക് പോന്നു, അപ്പോൾ ഇവിടെ പ്ലസ് ആവും. 6ന്ന് 3 പോയാൽ 6/3 ബാക്കി 2. ഇപ്പം ആരാ കോമൺ? x+2 കോമൺ ആണ്. അപ്പോൾ x+2 ബാക്കി ആരുണ്ട്? ഇവിടെ ഒരു 2x ഉണ്ട്, ഇവിടെ ഒരു -3 ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ x+2 = 0 ആയിരിക്കും, അല്ലെങ്കിൽ 2x - 3 = 0 ആയിരിക്കും. ഇനി x+2 0 ആണെന്നുണ്ടെങ്കിൽ x = -2 ആയിരിക്കും. 2x = -3 ഇപ്പുറം വരുമ്പോൾ 3 ആവും. അതിന് x = 3/2. അപ്പോൾ സൊല്യൂഷനായി x = -2 or x = 3/2.
ഇനി മൂന്നാമത്തത് √2x² പ്ലസ് 7x പ്ലസ് 5√2. ഇവിടെ സം എത്രയാ മക്കളെ? സം എത്രയാ? സം 7. പ്രൊഡക്റ്റോ 5√2 ഇൻറ്റു √2. കണ്ടോ? 5√2 ഇൻറ്റു √2 ആണ് കേട്ടോ. സം 7 ആണ്, പ്രൊഡക്റ്റ് 5√2 ഇൻറ്റു √2. എന്താ √2 ഇൻറ്റു √2? √2 ഇൻറ്റു √2 എന്താ? 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 5 എത്രയാ? 10. എങ്ങനെയാണ് 10 എന്ന് മനസ്സിലായോ? 5 ഇൻറ്റു എന്താ √2 ഇൻറ്റു √2? √2 ഇൻറ്റു √2 2 ആണ്, അല്ലെങ്കിൽ √2 ഇൻറ്റു √2 √4 ആണ്. √4 എത്രയാ? 2 ആണ്. അപ്പോൾ 5 ഇൻറ്റു 2 എത്ര കിട്ടും? 10 കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് 10ഉം സം 7ഉം വരുന്ന നമ്പർ ഏതാണ്? പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതാ? 2ഉം 5ഉം. കാരണം 2ഉം 5ഉം കൂട്ടുമ്പോഴല്ലേ നമുക്ക് 7 കിട്ടുക അല്ലേ? നോക്കിയേ, 5 ഇൻറ്റു 2 10 ആണ്. 5ഉം 2ഉം കൂട്ടി 7 കിട്ടും. രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ രണ്ടിനെ പോസിറ്റീവ് ആക്കിയിട്ട് എടുത്താൽ മതി. 5ഉം 2ഉം കൂട്ടി 7 ആണ്. 5ഉം 2ഉം ഗുണിച്ചാൽ 10 ആണ്. അപ്പോൾ √2x² പ്ലസ് ഇവിടെ √2 ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം 2നെ എഴുതിയത് കേട്ടോ. 2x പ്ലസ് 5x പ്ലസ് 5√2. ഓക്കെ, ഇനി ഇതിൽ രണ്ടിലും ആരാണ് മക്കളെ കോമൺ ആയിട്ടുള്ളത്? രണ്ടിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഈ 2നെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? √2 ഇൻറ്റു √2x എന്ന് എഴുതി. എങ്ങനെ എഴുതി? √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 അല്ലേ? അപ്പോൾ ഈ 2നെ എന്ത് എഴുതി? √2 ഇൻറ്റു √2x. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു √2 ഉണ്ട്, ഇവിടെ √2 ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്. അപ്പം അതിനെ പുറത്തെടുത്തു. √2 പുറത്തു പോയി, എക്സും പുറത്തു പോയി, ബാക്കി ഒരു x വരും. √2 പുറത്തു പോയി, x പുറത്തു പോയി, ബാക്കി ആരുണ്ട്? √2 ഉണ്ട്. ഇവിടുന്ന് ഞാൻ ആരെയെ പുറത്തെടുക്കുക? 5നെ പുറത്തെടുത്തു. കണ്ടോ? 5നെ പുറത്തെടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു √2 ഉണ്ട്. ഇപ്പം നോക്കിയാൽ x പ്ലസ് √2 കോമൺ ആയില്ലേ? ആയില്ലേ? അപ്പോൾ x പ്ലസ് √2നെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇവിടെ ആരുണ്ട്? √2x ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 5 ഉണ്ട്. ഒന്നെങ്കിൽ x പ്ലസ് √2 ഈക്വൽ ടു 0 ആവും, അല്ലെങ്കിൽ √2x പ്ലസ് 5 ഈക്വൽ ടു 0 ആവും. ഈ പ്ലസ് √2 ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് √2. √2x ഈക്വൽ ടു പ്ലസ് 5 ഇപ്പുറം വരുമ്പോൾ മൈനസ് 5. അതിന് x ഈക്വൽ ടു മൈനസ് 5/√2. അപ്പോൾ രണ്ട് ആൻസർ ആയില്ലേ? x ഈക്വൽ ടു മൈനസ് √2 അല്ലെങ്കിൽ x ഈക്വൽ ടു മൈനസ് 5/√2. ഇനി നാലാമത്തത് 2x² മൈനസ് x പ്ലസ് 1/8 ഈക്വൽ ടു 0. ഇനി നമ്മൾ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഈ ഫ്രാക്ഷൻ കളയാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിൽ എത്രയാ? 8 അല്ലേ? എല്ലാത്തിനും ഒരു 8 കൊണ്ട് ഗുണിക്കുക. എല്ലാത്തിനും ഒരു 8 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 8 ഇൻറ്റു 2 16. 8 ഇൻറ്റു -1 -8. ഇവിടെ 8 ആയിട്ട് ഗുണിക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 8 എന്തായി പോകും? ക്യാൻസൽ ആയി പോയിട്ട് 1 ആവും. 0 ഇൻറ്റു 8 എത്രയാ? 0. ഓക്കെ, ഇനി നോക്കുക. സം -8ഉം കിട്ടണം, പ്രൊഡക്റ്റ് 1 ഇൻറ്റു 16ഉം കിട്ടണം. അങ്ങനെ വരുന്ന നമ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? 1 ഇൻറ്റു 16, 2 ഇൻറ്റു 8 എന്നൊക്കെ ഗുണിച്ചിരിക്കാതെ പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറയാതാ. 4 ഇൻറ്റു 4. 4 ഇൻറ്റു 4 16 ആണ്. 4ഉം 4ഉം കൂട്ടിയാൽ 8ഉം കിട്ടും. അപ്പോൾ എങ്ങനെ സാറേ മൈനസ് അല്ലേ 8? അത് രണ്ടും നെഗറ്റീവ് കൊടുത്തു നോക്കിയാൽ എപ്പോഴാണ് പ്രൊഡക്റ്റ് പോസിറ്റീവ് വരിക? ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം അല്ലേ? അപ്പം 4ന് 2നും നെഗറ്റീവ് കൊടുത്തേ. -4ഉം -4ഉം കൂട്ടിയാൽ -8 അല്ലേ? -4ഉം -4ഉം ഗുണിച്ചാൽ 16 അല്ലേ? അപ്പം കിട്ടിയില്ലേ? ഇനി അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 16x² മൈനസ് 4x മൈനസ് 4x പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? എക്സ്. ഇവിടെ 2x ഉണ്ട്, ഇവിടെ x ഉണ്ട്. അപ്പോൾ x കോമൺ ആണ്. 16ലും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പം 4xനെ പുറത്തെടുത്തു. 16ന്ന് 4 പോയാൽ ബാക്കി എത്രയാ? 12 ആണോ? അല്ല, 16/4 4. x ഇൻറ്റു x x² അല്ലേ? x ഇൻറ്റു x ഗുണിക്കണ്ട നിങ്ങൾ, x² x പോയി. പിന്നെ 4xനെ പുറത്തെടുത്താൽ ഏതൊരു സംഖ്യയുടെയും കൂടെ ആരുണ്ടാവും? 1 ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ 1. ഇനി ഇതിൽ നിന്ന് ഞാൻ പുറത്തെടുക്കുന്നത് നോക്കിക്കോട്ടോ. ഇവിടെ 4x - 1 ആണ്, ഇവിടെ 4x + 1 ആണ്. അപ്പോൾ രണ്ടും ഒരു നെഗറ്റീവിനെ ഞാൻ പുറത്തെടുത്തു, -1നെ. 4x പ്ലസ് എന്തായി? മൈനസ് ആയി. കാരണം ഇവിടെ 2 മൈനസ് ആണ്, ഒരു പ്ലസ് എന്നാണ്. അതിൽ ഒരു മൈനസ് പുറത്തുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? -1 വരും. ഇപ്പോൾ നോക്കിയാൽ 4x - 1 കോമൺ അല്ലേ? അപ്പോൾ 4x - 1 ബാക്കി വരുന്നത് എന്ത് തന്നെയാണ്? 4x - 1 തന്നെയാണ്. അപ്പോൾ 4x - 1 ഈക്വൽ ടു 0. അതിൽ നിന്ന് 4x ഈക്വൽ ടു 1 കിട്ടും, x ഈക്വൽ ടു 1/4. രണ്ട് ആൻസറും സെയിം ആയിരിക്കും, 1/4 1/4. ഓക്കെ, ഇനി ലാസ്റ്റ് ആണ് അഞ്ചാമത്തെ. 100x² മൈനസ് 20x പ്ലസ് 1. സം -20ഉം കിട്ടണം, പ്രൊഡക്റ്റ് 100ഉം കിട്ടണം. അങ്ങനെ വരുന്ന രണ്ട് നമ്പറാണ് ചോദ്യം. നോക്കിയാ 10ഉം 10ഉം
അല്ലേ? 1 × 100 എന്നൊക്കെ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും? പിന്നെ 2 × 50, 3 × 4 പറഞ്ഞിട്ട്. ഓക്കെ, അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? 100 അല്ലേ, 100 ഗുണിച്ചാൽ കിട്ടുന്ന വലിയ സംഖ്യ എടുക്കുക. ഏതാ? 10 × 10 100 ആണ്. 10 × 10 എത്രയാണ്? 100 ആണ്. 10ഉം 10ഉം കൂട്ടിയ 20 ആണ്. എത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയെന്ന് അറിയോ? വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ അങ്ങനെ നിങ്ങൾ ആലോചിക്കട്ടെ. എക്സാമിന് കൂടുതൽ നമുക്ക് ചെറിയ സംഖ്യകളാണ് വരിക. വലുത് വരുമ്പോൾ നിങ്ങൾ കുറച്ച് വലിയ സംഖ്യ ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, ഇതിൽ കൂട്ടുമ്പോൾ 20 കിട്ടുന്ന വലിയ സംഖ്യകൾ എടുത്താൽ മതി. കൂട്ടുമ്പോൾ 20 കിട്ടുന്നത് ഒന്ന് 10ഉം 10ഉം ആണ്. 10ഉം 10ഉം ഗുണിച്ചാലേ 100 കിട്ടുള്ളൂ. പിന്നെ 15ഉം 5 ആണ്. അതൊന്നും ഗുണിച്ചാൽ കിട്ടൂല. 15ഉം 5 എന്നൊക്കെ പറഞ്ഞാൽ 5 25 അവസാനിക്കണം, 5 അവസാനിക്കണം. ഇല്ലല്ലോ, 0 അവസാനിക്കണം എന്നുണ്ടെങ്കിൽ 0 കൊണ്ട് ഗുണിക്കണ്ടേ? അപ്പൊ 10 × 10 100 ആണ്. 10ഉം 10ഉം കൂട്ടിയ 20 ആണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ? സമ്മ് മൈനസ് വരണം. സമ്മ് മൈനസ് വരണം, പ്രൊഡക്റ്റ് പോസിറ്റീവും വരണം. പ്രൊഡക്റ്റ് പോസിറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണ്. അപ്പോൾ -10 -10 കൂട്ടിയാൽ -20 കിട്ടും. -10 -10 ഗുണിച്ചാലോ 100 കിട്ടും. അപ്പോൾ 100x² -10x -10x +1. ഇതിൽ നിന്ന് രണ്ടും ഒരു 10x ഞാൻ പുറത്തെടുത്തു. ഇവിടെയുണ്ട് 10, ഇവിടെയുണ്ട് 10, ഇവിടെയുണ്ട് x, ഇവിടെയുണ്ട് x. 100 10 പോയാൽ ബാക്കി 10. 100/10 10 ആണല്ലോ. x² ഒരു x പോയി ബാക്കി ഒരു x. ഇവിടുന്ന് 10x പോയി ബാക്കി 1 ഉണ്ടാവും. ഇനി ഇതിൽ നിന്ന് രണ്ടൊന്നും ഞാനൊരു മൈനസിനെ പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 10x ബാക്കി ഉണ്ടാവും. ഇവിടുന്ന് പ്ലസ് ഒരു മൈനസ് പോയാൽ ബാക്കി ഒരു മൈനസ് ഉണ്ടാവും. ഇനി നോക്കിയാൽ ഇവിടെയും 10x - 1 ഉണ്ട്, ഇവിടെയും 10x - 1 ഉണ്ട്. അപ്പോൾ 10x - 1 കോമൺ ആണ്. അപ്പോൾ 10x - 1നെ പുറത്തെടുത്തു. ബാക്കി വരുന്നത് എന്ത് തന്നെയാണ്? 10x - 1 ആണ്. അപ്പോൾ രണ്ട് ആൻസറും സെയിം ആയിരിക്കും. 10x - 1 = 0. അതിൽ നിന്ന് 10x = 1 കിട്ടും, x = 1/10. 1/10 1/10 ആണ് അപ്പോൾ ആൻസർ വരിക. ഓക്കെ, ഇതാണ് സ്പ്ലിറ്റിംഗ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ 5 ക്വസ്റ്റ്യൻ ചെയ്തു. ഇതേപോലെ ഇനിയും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.